അങ്ങനെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഇന്ന് ഏറ്റവും ഗൗരവത്തോടു കൂടിയാണ് ഓരോ ഗവൺമെൻറ്റും നോക്കിക്കാണാറുള്ളത്. ഞങ്ങൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഏലം തോട്ട മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഗൗരവമായി കാണും, അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതാണ്. ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയുന്നു, അത്തരം പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിലെ പ്രഖ്യാപനങ്ങളായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അത് ഏതർത്ഥത്തിൽ ഏതറ്റം വരെ പോയി കഴിഞ്ഞാലും അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുന്നത് മുൻകണ്ടുകൊണ്ട് തന്നെയാണ് അത്തരം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകാലത്ത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ആദ്യ ബജറ്റിൽ തന്നെ രണ്ടാം ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കും. ആ കമ്മിറ്റി ഈ രംഗത്ത് വളരെ വിദഗ്ധരായുള്ള എക്സ്പേർട്സിനെ വെച്ചുകൊണ്ടുള്ള കമ്മിറ്റിയാകും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ ഏതൊക്കെ നമുക്ക് പരിഷ്കരിക്കണമോ, ഏതൊക്കെ നമുക്ക് നിയമങ്ങളിൽ അമെൻമെൻറ്റ് കൊണ്ടുവരണമോ അതൊക്കെ ആലോചിച്ച് അതിനാവശ്യമായ രണ്ടാം ഭൂപരിഷ്കരണ നിയമം തന്നെ കൊണ്ടുവരും എന്ന് ഗവൺമെൻറ് പറഞ്ഞു. അതിൻ്റെ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്.